നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസസ്. അപ്പം നമ്മൾ 4th മോഡ്യൂൾ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് റെട്രോഫിറ്റിങ്ങിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെട്രോഫിറ്റിംഗ് എന്ന് നമ്മൾ നോക്കി. നമ്മളൊരു 15-17 മെത്തേഡ്സോളം നോക്കി. അപ്പം ഇനി നമുക്ക് ആ മോഡ്യൂളിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു 2 മിനിറ്റ് സമയം തരാം. എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ കേട്ടോ. ഗൂഗിൾ ഫോംസിൽ പോയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് 4th മോഡ്യൂളില് ആദ്യത്തെ പോർഷൻ നോക്കി. റെട്രോഫിറ്റിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ബിൽഡിംഗ്. എന്തൊക്കെയാണ് നീഡ്സ് ഓഫ് റെട്രോഫിറ്റിംഗ്, എന്തിനാണ് നമ്മൾ എർത്ത് റെസിസ്റ്റന്റ് ആക്കുന്നത്, പിന്നെ അതുപോലെ വാട്ട് ആർ ദ കോമൺ റെട്രോഫിറ്റിംഗ് വർക്ക്സ് ക്യാരിഡ് ഔട്ട് എന്നുള്ളതൊക്കെ നോക്കി. ഇനി നമുക്ക് ഷോറിംഗ് ആൻഡ് അണ്ടർപിന്നിങ് നോക്കാം. പിന്നെ മോണ്യുമെന്റ്സിനെ കുറിച്ചും നോക്കാം. ഡിറ്റീരിയറേഷൻ ഓഫ് മോണ്യുമെന്റ്സ് അതൊക്കെ നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ഷോറിംഗ്. അപ്പൊ ഷോറിംഗ് ഉദ്ദേശിക്കുന്നത് ടെമ്പററി സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് താൽക്കാലികമായിട്ട് ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം, അതാണ് ഷോറിംഗ്. അപ്പൊ അത് ഏത് സ്ട്രക്ചേഴ്സ് ആണെന്ന് ചോദിച്ചാൽ ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ. അൺസേഫ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ വീഴാൻ സാധ്യതയുള്ള, കൊളാപ്സ് ആവാൻ സാധ്യതയുള്ള സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വെക്കുന്നതാണ് ഷോറിംഗ്. When addition and alterations need to be done on the unsafe structure, അപ്പോഴും അത് നമ്മൾ വെക്കും. നമുക്ക് ആ ഒരു അൺസേഫ് ആയിട്ടുള്ള സ്ട്രക്ചറിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണം, സേഫ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓൾട്ടറേഷൻ, മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം. ആ സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന സ്ട്രക്ചറിനെയാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ടൈപ്സ് കൊടുക്കാം ഷോറിങ്ങിന്. നമുക്കത് ഹൊറിസോണ്ടലി ആണ് നമ്മൾ മെമ്പർ വെക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലൈയിങ് ഷോർ. വെർട്ടിക്കലി ആണ് നമ്മൾ ആ ഒരു സപ്പോർട്ടിംഗ് മെമ്പർ വെക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡെഡ് ഷോർ. ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റാക്കിംഗ് ഷോർസ്. അങ്ങനെ നമുക്ക് ഷോറിങ്ങിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റാക്കിംഗ് ഷോർ, ഫ്ലൈയിങ് ഷോർ, ഡെഡ് ഷോർ. അപ്പൊ ഷോറിംഗ് എന്ന് പറയുന്നത് ആ ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറിനെയാണ്. അപ്പൊ ആ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്തൊക്കെ വെച്ച് മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ ദേ ക്യാൻ ബി ടിമ്പർ, ദേ ക്യാൻ ബി RCC, അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റീരിയൽസ്. ടിമ്പർ മെറ്റീരിയൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് മെറ്റീരിയൽ ആക്കാം, ഓർ സ്റ്റീൽ മെറ്റീരിയലുകൾ വെച്ചും നമുക്ക് ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താം.
This is used when stability of the structure is endangered due to removal of a defective portion of structure, അല്ലെങ്കിൽ unequal settlement during construction, need to insert the underground pipelines. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഷോറിംഗ് വെക്കുന്നത്, അതായത് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. എപ്പോഴൊക്കെയാണ്? ഒന്നെങ്കിൽ നമ്മൾ ഒരു ഡിഫക്റ്റീവ് പോർഷൻ, ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു പോർഷന് കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുമ്പോൾ, അത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പുതിയ വാതിൽ വെക്കണം. അപ്പൊ അതിന് നമുക്ക് ടെമ്പററിലി ആ മുകളിലുള്ള സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ടിമ്പർ ഷോറിങ്സ് വെക്കും, കണ്ടിട്ടുണ്ടാവും. ഓക്കെ. അതല്ലെങ്കിൽ അൺഈക്വൽ സെറ്റിൽമെന്റ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷന്റെ സമയത്ത് ഗ്രൗണ്ടിന്റെ അൺഈക്വൽ സെറ്റിൽമെന്റ് വന്നാൽ അവിടെയും എന്ത് ചെയ്യും? ടെമ്പററിലി സപ്പോർട്ട് ചെയ്യാൻ ഷോറിങ്സ് വെക്കും. പിന്നെ അതുപോലെ ടു ഇൻസേർട്ട് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻസ്, അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും ഷോറിങ്സ് ഒക്കെ വെക്കും. നേരത്തെ ഫിഗറിൽ ഉണ്ടായിരുന്നു അത്. പിന്നെ അതുപോലെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഷോർ നമ്മൾ നോക്കി. റാക്കിംഗ് ഓർ ഇൻക്ലൈൻഡ് ഷോർ, ഫ്ലൈയിങ് ഷോർ, ഡെഡ് ഷോർ, അതൊക്കെ നമ്മൾ നോക്കി. അപ്പൊ ഇതാണ് ഒരു റാക്കിംഗ് ഷോർ. നമുക്കൊരു അൺസേഫ് ബിൽഡിംഗ് ഉണ്ട്, അതായത് വീഴാൻ സാധ്യതയുള്ള ഒരു ബിൽഡിംഗ്, സേഫ് അല്ലാത്ത ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ റാക്കിംഗ് ഷോർ കൊടുക്കും. റാക്കിംഗ് ഷോർ എന്ന് വെച്ചാൽ എന്താ? ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സപ്പോർട്ട്സ്. ഇതാണ് റാക്കിംഗ് ഷോർസ്. അപ്പൊ റാക്കിംഗ്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ അവിടെ നിലനിർത്തും. എന്നിട്ട് നമ്മൾ ഇതില് നമുക്ക് എന്താ മോഡിഫിക്കേഷൻ വേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യും. ചെയ്തിട്ട് ഈ സപ്പോർട്ട് ഒഴിവാക്കും. അതാണ് റാക്കിംഗ് ഷോർ. ഇതിനെ റൈഡ് റാക്കർ എന്നാണ് പറയുക. ഇതാണ് റാക്കർ. റാക്കിംഗ് ഷോറിന് റാക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മെമ്പേഴ്സ് ആണ്, ഇൻക്ലൈൻഡ് മെമ്പേഴ്സ്. പിന്നെ ഇത് റൈഡ് റാക്കർ. ഓക്കെ. പിന്നെ അതുപോലെ ഇത് ബ്രേസസ്. ഇവിടെ അയൺ വയേഴ്സ് കൊടുത്തിട്ടാണ് എന്ത് ഈ ഒരു റാക്കറിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റാക്കിംഗ് ഷോർ കാണിച്ചിട്ടുണ്ട്. ഒരു കൺസ്ട്രക്ഷനിൽ റാക്കിംഗ് ഷോർ, ഈ ഇൻക്ലൈൻഡ് മെമ്പേഴ്സിനെയാണ് റാക്കിംഗ് ഷോർ എന്ന് പറയാം. ഇനി അടുത്ത ഫ്ലൈ ഷോർ. ഫ്ലൈ ഷോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ് എന്നല്ലേ. അതായത് നമുക്കൊരു അൺസേഫ് ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ആ ഒരു അൺസേഫ് ബിൽഡിങ്ങിനെ ഹൊറിസോണ്ടൽ മെമ്പർ കൊടുത്ത് എന്ത് ചെയ്യും? വീഴാതെ പിടിച്ചു നിർത്തും. എന്നിട്ട് നമ്മൾ അതിൽ എന്താ റിപ്പയർ വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഫ്ലൈ ഷോർ ഒഴിവാക്കും. അപ്പൊ ഇതിന് ഹൊറിസോണ്ടലി കൊടുക്കണമെങ്കിൽ ഇവിടെ അടുത്തൊരു സേഫ് ബിൽഡിംഗ്, സപ്പോസ് ഇവിടെ അടുത്തൊരു സേഫ് ബിൽഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു സേഫ് ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഫ്ലൈ ബീം. ഫ്ലൈ ബീം എന്ന് ഉദ്ദേശിച്ച ഫ്ലൈ ഷോർ ഇതാണ് ഫ്ലൈ ഷോർ മെത്തേഡ്. ഓക്കെ. അപ്പൊ നമ്മള് ആ ഒരു ഈ അൺസേഫ് ബിൽഡിങ്ങിനെ ഈ സേഫ് ബിൽഡിങ്ങിലേക്കാണ് ചാരി നിർത്തുന്നത് ഫ്ലൈ ബീം ഉപയോഗിച്ച്. ഓക്കെ. ഇതാണ് ആ ഒരു മെക്കാനിസം. Flying shows exert thrust on opposite walls, thus giving rise to stability. അപ്പൊ അങ്ങനെയാണ് അവർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അടുത്തത് ഡെഡ് ഷോർ. ഡെഡ് ഷോർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടിമ്പർ പീസസോ സ്റ്റീൽ പീസസോ ഒക്കെ നമ്മൾ ആ ഷോറിംഗ് മെറ്റീരിയൽ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വാള്. നമുക്കറിയാം ഇതാണ് സിമ്പിൾ ഓഫ് ബ്രിക്ക് മേസൺറി നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വാളില് നമ്മളൊരു ഹോൾ ഉണ്ടാക്കും. ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു നീഡിൽ ബീം ഇൻസേർട്ട് ചെയ്യും. ഈ നീഡിൽ ബീം ക്യാൻ ബി മെയ്ഡ് ഓഫ് സ്റ്റീൽ, ടിമ്പർ, കോൺക്രീറ്റ് എന്ന് വെച്ച് ഉണ്ടാക്കാം ഈ നീഡിൽ ബീം. അപ്പൊ ഈ നീഡിൽ ബീം ഈ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്യും.
എന്നിട്ട് നമുക്ക് ഈ എന്നിട്ട് നമ്മൾ വെർട്ടിക്കൽ ഷോർസ് കൊടുക്കും, വിച്ച് ഇസ് കോൾഡ് ഡെഡ് ഷോർ. ഇതിനെയാണ് ഡെഡ് ഷോർ എന്ന് പറയാം. അപ്പൊ ഡെഡ് ഷോർ കൊടുത്ത് ഈ നീഡിലിനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഈ താഴെയുള്ള വാള് നമുക്ക് എടുത്തു മാറ്റാം. ഇപ്പൊ മുകളിലുള്ള വാൾ is supported on the needle. എന്നിട്ട് ലോഡ് is transmitted through this dead shore. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ താഴെയുള്ള വാളിനെ എടുത്തു മാറ്റാൻ സാധിക്കും. അതാണ് ഡെഡ് ഷോർ. ഇനി അടുത്ത പ്രോസസ് ആണ് അണ്ടർ പിന്നിങ്. അപ്പൊ ഷോറിംഗ് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ടു ഹോൾഡ് ദ അൺസേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ താങ്ങി നിർത്തുന്ന സാധനമാണ് ഷോറിംഗ്. ആ മെത്തേഡാണ് ഷോറിംഗ്. ഇനി അണ്ടർ പിന്നിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷന്റെ അടിയിൽ ഒരു പുതിയ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആക്കുക. അതിനെയാണ് അണ്ടർ പിന്നിങ്. അണ്ടർ അടിയിൽ നമ്മൾ പിൻ ചെയ്യുക. അണ്ടർ പിന്നിങ് അടിയിൽ ഫൗണ്ടേഷൻ പുതിയത് ഉണ്ടാക്കുക. Placing a new foundation below an existing foundation is called underpinning. It is the process of strengthening the existing foundation. നമ്മുടെ existing foundationന്റെ strength കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേറെ ഒരു ഫൗണ്ടേഷൻ അതിന്റെ സ്ട്രെങ്ത് കൂട്ടി കൊടുക്കാം. ഓക്കെ, that process is called underpinning. അപ്പൊ underpinning is used below the used in the following conditions. അപ്പൊ എവിടേക്കാണ് നമ്മൾ അണ്ടർപിന്നിങ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, when a building with deep foundation is constructed near a building with shallow foundation. അതായത് നമുക്ക് ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? when the depth of the foundation is greater than its width. അതിനെയാണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ നമ്മുടെ ഷാലോ ഫൗണ്ടേഷന്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷാലോ ഫൗണ്ടേഷന്റെ സ്ട്രെങ്ത് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ അണ്ടർപിന്നിങ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്ട്രെങ്ത് കൂട്ടാൻ, ഷാലോ ഫൗണ്ടേഷന്റെ സ്ട്രെങ്ത് കൂട്ടാൻ. പിന്നെ അതുപോലെ ടു പ്രൊട്ടക്ട് ഫ്രം എക്സസീവ് സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ വല്ലാതെ സെറ്റിൽമെന്റ് വന്നാൽ, സോയിലിലേക്ക് സെറ്റിൽമെന്റ് വന്നാൽ നമ്മൾ അണ്ടർപിൻ ചെയ്തിട്ട് ഫൗണ്ടേഷന്റെ സ്ട്രെങ്ത് കൂട്ടണം. പിന്നെ ടു ഇംപ്രൂവ് ദ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ. പിന്നെ അതുപോലെ ടു പ്രൊവൈഡ് ബേസ്മെന്റ് ടു ആൻ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ. നമുക്ക് ഇപ്പോൾ ഉള്ളൊരു സ്ട്രക്ചറിന് ബേസ്മെന്റ് ഫ്ലോർ വേണമെന്ന് വിചാരിക്കാം. അതായത് പെട്ടെന്ന് നമുക്കൊരു കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനത്തെ കേസിൽ അണ്ടർപിന്നിങ് ചെയ്യണം. നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ അണ്ടർപിന്നിങ് ചെയ്തിട്ട് നമ്മൾ വേണ്ട മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പൊ മെത്തേഡ്സ് ഓഫ് അണ്ടർപിന്നിങ്. മെത്തേഡ്സ് ഓഫ് അണ്ടർപിന്നിങ് ചെയ്യാൻ നമുക്ക് മെയിൻലി മൂന്നായിട്ട് തിരിക്കാം. പിറ്റ് മെത്തേഡ്, പൈൽ മെത്തേഡ്, പിന്നെ മിസലേനിയസിൽ വരുന്നത് സിമെന്റ് ഗ്രൗട്ടിംഗ്, കെമിക്കൽ കൺസോളിഡേഷൻ, ഫ്രീസിംഗ്, വൈബ്രോ ഫ്ലോട്ടേഷൻ. അപ്പൊ ഇതാണ് മെയിൻ മെത്തേഡ്സ് ഓഫ് അണ്ടർപിന്നിങ്. അപ്പൊ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം പിറ്റ് മെത്തേഡ്. അപ്പൊ പിറ്റ് മെത്തേഡിൽ ആദ്യം എന്താ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഫൗണ്ടേഷന്റെ എൻറ്റയർ ലെങ്ത്തും നമ്മൾ കുറച്ച് സെക്ഷൻസ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. അതായത് 1.2 to 1.5 മീറ്റർ ലെങ്ത്, അതായത് 1.5 മീറ്റർ ലെങ്ത്തിലുള്ള സെക്ഷൻസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷനെ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓരോ സെക്ഷൻസ് ആണ് ഒരു സമയത്ത് കൺസിഡർ ചെയ്യുക. ആദ്യം ഒരു സെക്ഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വർക്ക് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ വാളിൽ ഒരു ഹോൾ ഉണ്ടാക്കും. ഇതാണ് ഫിഗർ. നമ്മുടെ പിറ്റ് മെത്തേഡിന്റെ ഫിഗർ ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ, ഇതാണ് നമ്മുടെ വാള്. ഓക്കെ, ഈ വാളിലേക്ക്, ഇതാണ് നമ്മുടെ വാള്. അപ്പൊ ഈ വാളിലേക്ക് നമ്മളൊരു ഹോൾ ഉണ്ടാക്കും. ഇതൊരു ഹോൾ ഉണ്ടാക്കും. ആ ഒരു ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ നീഡില് ഇൻസേർട്ട് ചെയ്യും. ഇതാണ് നീഡിൽ ബീം. നീഡിൽ ബീം ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്യും. ഈ നീഡിൽ എന്ന് പറയുന്നത് ടിമ്പർ വെച്ചാവാം, സ്റ്റീൽ വെച്ചാവാം,
ഓക്കെ, അപ്പൊ ആ ഒരു നീഡിൽ ബീം ഹോളിലൂടെ കൊടുക്കും. ആ ഒരു വാളില് ഓട്ട ഉണ്ടാക്കിയിട്ട് ആ ഓട്ടയിലൂടെ ഈ ഒരു ബീം ഇൻസേർട്ട് ചെയ്യും നമ്മൾ. എന്നിട്ട് ഇത് ഇവിടെ ബെയറിംഗ് പ്ലേറ്റ്സ് വെക്കും. അപ്പൊ ഈ നീഡലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ബെയറിംഗ് പ്ലേറ്റ്സ് വെക്കും. ആ ഒരു സപ്പോർട്ടിംഗ് അറേഞ്ച്മെന്റിനെയാണ് ക്രിബ് സപ്പോർട്ട് എന്ന് പറയാം. അപ്പൊ ക്രിബ് സപ്പോർട്ട് ഇസ് കെപ്റ്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ വാൾ. ക്രിബ് സപ്പോർട്ടിന്റെ കൂടെ ജാക്കും വെക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഫൗണ്ടേഷൻ പിറ്റ് എക്സ്കവേറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിറ്റ് കുഴിക്കുന്നത്. ഒരു കുഴി കുഴിക്കാൻ തുടങ്ങും. കുഴിച്ചിട്ട് പുതിയ ഫൗണ്ടേഷൻ നമ്മൾ ഈ പിറ്റിൽ ഇൻസേർട്ട് ചെയ്യും. ഇവിടെയാണ് പുതിയ ഫൗണ്ടേഷൻ. നമ്മളൊരു പുതിയ ഫൗണ്ടേഷൻ വെക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കും. ഏത് ലെവലിലാണോ വേണ്ടത് അവിടെ പുതിയ ഫൗണ്ടേഷൻ ഉണ്ടാക്കും. അപ്പൊ അതാണ് മെക്കാനിസം. അപ്പൊ ഈ ഒരു സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓൾട്ടർനേറ്റ് സെക്ഷനിലേക്കാണ് പോവുക. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു സെക്ഷൻ ചെയ്തു, അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സെക്ഷൻ അല്ല, അതിന്റെ അടുത്ത സെക്ഷൻ ആണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാം. അതായത് ഓൾട്ടർനേറ്റ് സെക്ഷൻസ് ആണ് കൺസിഡർ ചെയ്യാം. ഒരു സെക്ഷൻ ചെയ്തു, പിന്നെ അടുത്തത് വിട്ട് അതിന്റെ അടുത്തതാണ് അടുത്ത സെക്കൻഡ് ചെയ്യാൻ പോണത്. മനസ്സിലായല്ലോ? അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇതിന്റെ തൊട്ടടുത്തുള്ള സെക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്ന കുറച്ച് പ്രിക്കോഷൻ എടുക്കേണ്ടത് എന്താന്ന് ചോദിച്ചാല്, നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് വീക്ക് വാൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വീക്ക് വാൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ റാക്കിംഗ് ഷോസ് കൊടുക്കണം. റാക്കിംഗ് ഷോ എന്തായിരുന്നു? ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഷോസ് കൊടുക്കണം. പിന്നെ അതുപോലെ ഫ്ലോറും പ്രോപ്പർലി സപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ചില സ്ഥലത്തൊക്കെ കാൻഡിലിവർ നീഡിൽ ബീം ഉപയോഗിക്കും. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള ഇന്റീരിയർ കോളംസ് സ്ട്രോങ് ആണെങ്കിൽ, നല്ല സ്ട്രോങ് കോളംസ് ആണെങ്കിൽ നമുക്ക് കാൻഡിലിവർ നീഡിൽ ബീംസ് കൊടുക്കാം. അതായത് രണ്ട് ഭാഗത്തും സപ്പോർട്ട് ചെയ്യണം എന്നില്ല. കാൻഡിലിവർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഭാഗം സപ്പോർട്ടഡ്, മറ്റത് ഫ്രീ അല്ലെ? അപ്പൊ കാൻഡിലിവർ നീഡിൽ ബീംസ് കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അതിന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇനി നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫൗണ്ടേഷൻ ഇതിലും ഡെപ്ത് കൂടിയതാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാൻഡിലിവർ നീഡിൽ ബീം. ഓക്കെ. അപ്പൊ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ എപ്പോഴും ഓൾട്ടർനേറ്റ് സെക്ഷൻസ് വേണം കൺസിഡർ ചെയ്യാൻ. ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ അടുത്തത് വിട്ടിട്ട് അതിന്റെ അടുത്ത സെക്ഷൻ വേണം നെക്സ്റ്റ് ചെയ്യാൻ. അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമുക്ക് കഴിയണതും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നടുവിലത്തെ സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ട്രൈ ടു സ്റ്റാർട്ട് ദ വർക്ക് ഫ്രം ദ മിഡിൽ സെക്ഷൻ. പിന്നെ അതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻ ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് പ്രോപ്പർ ടിമ്പറിംഗ് ഫോർ ദ ട്രെഞ്ചിന്, പിറ്റിന്. നമ്മൾ കൊടുക്കുന്ന പിറ്റിന് പ്രോപ്പർ ടിമ്പറിംഗ് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? സോയിൽ ഇങ്ങോട്ട് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഫൗണ്ടേഷന് നമ്മൾ വിചാരിക്കുന്ന സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നീഡിൽ ബീം ഊരിയെടുക്കുന്നത് മെല്ലെ, സ്ലോലി ഇറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ്. എന്നിട്ടോ ഈ ഹോള് നമ്മൾ എന്ത് വെച്ച് ക്ലോസ് ചെയ്യും? സിമെന്റ് മോർട്ടാർ വെച്ചിട്ട് ഈ ഹോള് ക്ലോസ് ചെയ്യണം. ഈ വാളിൽ ഉണ്ടാക്കിയ ഹോള് നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പൊ അതാണ് പിറ്റ് മെത്തേഡ്. ഇനി അടുത്തത് നമുക്ക് പൈൽ മെത്തേഡ് നോക്കാം. പൈൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഇതാണ് പൈൽ മെത്തേഡിന്റെ ഫിഗർ. അപ്പൊ ഈ പൈൽ മെത്തേഡില് നമ്മുടെ ഈ പൈൽ മെത്തേഡ് എന്നുള്ള പേര് പറയുന്നത് പോലെ പൈൽസ് ആണ് നമ്മൾ സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പൈല് നമുക്ക് വാൾ ഉണ്ട്. അപ്പൊ വാളിന്റെ രണ്ട് ഭാഗത്തും പൈൽസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഈ പൈല് പൊതുവെ വെക്കുന്നത് ബോർഹോൾ
പൈലുകളാണ്, ബോർഹോൾ പൈൽ ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ വാളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹോള് ക്രിയേറ്റ് ചെയ്ത് ഒരു നീഡിൽ ക്യാപ്പ് വെക്കും, നീഡിൽ ബീം വെക്കും. ഈ നീഡിൽ ബീം ക്യാൻ ആക്ട് ആസ് എ പൈൽ ക്യാപ്പ്. ഇതിനൊരു പൈൽ ക്യാപ്പ് പോലെയും ആക്ട് ചെയ്യാൻ പറ്റും. പൈൽ ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ? രണ്ടിൽ കൂടുതലോ പൈലുകളെ ജോയിൻ ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് മെമ്പർ ആണ് പൈൽ ക്യാപ്പ്. അപ്പൊ ഇതിന് പൈൽ ക്യാപ്പ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, അപ്പൊ ഈ നീഡിൽ ബീം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യുന്നത് ഈ നീഡിലേക്കാണ്. പിന്നെ നമുക്ക് ഇതിന്റെ അടിയിൽ നമുക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാം. എന്നിട്ട് പൈൽ ക്യാപ്പ് റിമൂവ് ചെയ്യും, നീഡിൽ ബീം റിമൂവ് ചെയ്യും. അതാണ് മെക്കാനിസം. പൊതുവെ ഈ പൈൽ ക്യാപ്പ് എന്ന് പറയുന്ന പൈൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ക്ലേയി സോയിലുകൾക്കാണ് കേട്ടോ. ക്ലേയി സോയിൽ, പിന്നെ അതുപോലെ വാട്ടർ ലോക്ഡ് ഏരിയാസിൽ, പിന്നെ അതുപോലെ ബെയറിംഗ് സ്ട്രാറ്റ വീക്ക് ബെയറിംഗ് സ്ട്രാറ്റ സോയിലുകളിലും ആണ് പൈൽ മെത്തേഡ് ഉപയോഗിക്കുക. എവിടേക്കാണ്? വാട്ടർ ലോക്ഡ് ഏരിയാസ്, ക്ലേയി സോയിൽസ്, വീക്ക് ബെയറിംഗ് സ്ട്രാറ്റ. ഈ 3 കണ്ടീഷൻസ് വരുന്നിടത്താണ് പൊതുവെ പൈൽ മെത്തേഡ് ഉപയോഗിക്കാറ്. പിന്നെ ഇനി വരുന്ന കുറച്ച് മെത്തേഡുകളാണ് സിമെന്റ് ഗ്രൗട്ടിങ്, കെമിക്കൽ കൺസോളിഡേഷൻ, ഫ്രീസിങ്, തോയിങ്. അതിൽ സിമെന്റ് ഗ്രൗട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഗ്രൗണ്ടിന്റെ അടിയിലേക്ക് സിമെന്റ്, നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗട്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? സിമെന്റ് പേസ്റ്റ് ഇഞ്ചെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഗ്രൗട്ടിങ് ചെയ്യുന്നത് പൊതുവെ എന്താണ്? ഗ്രാനുലാർ സോയിലുകൾക്ക്, അതായത് വോയിഡ്സ് ഉള്ള സോയിലുകൾക്കാണ് ഗ്രൗട്ടിങ് ചെയ്യണത്. അപ്പൊ ഈ ഗ്രൗട്ട് ചെയ്യുമ്പോൾ ആ വോയിഡ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ സിമെന്റ് ഹൈ പ്രഷറിൽ വോയിഡ് സ്പേസസിലൊക്കെ സിമെന്റ് നിറയ്ക്കുകയാണ്. അതാണ് സിമെന്റ് ഗ്രൗട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കെമിക്കൽ കൺസോളിഡേഷൻ. കെമിക്കൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഗ്രൗട്ടിംഗ് ടെക്നിക്ക് തന്നെയാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ആ സോയില്, ആ ഒരു എക്സിസ്റ്റിംഗ് ഫൂട്ടിംഗ് ഈസ് കൺസോളിഡേറ്റഡ് യൂസിങ് കെമിക്കൽസ്. കെമിക്കൽസ് വെച്ചിട്ടാണ് ആ ഒരു സോയില് കൺസോളിഡേറ്റഡ് ആവുന്നത്. ഇവിടെ മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് സോഡിയം സിലിക്കേറ്റ് ആണ്. അപ്പൊ ഇവിടെ അത് ഗ്രൗട്ട് ഹൈ പ്രഷറിൽ ഇൻസ്റ്റാൾ ചെയ്യാണ് ഫൗണ്ടേഷനിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പുകൾ, പെർഫറേറ്റഡ്, അതായത് ഓട്ടയുള്ള പൈപ്പുകൾ നമ്മൾ ഒരു ഇൻക്ലൈൻഡ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കും, ഫൗണ്ടേഷനിലേക്ക് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് സോഡിയം സിലിക്കേറ്റ് ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പൈപ്പുകൾ എന്ത് ചെയ്യും? നമ്മൾ വിഡ്രോ ചെയ്യും. മെഗ്നീഷ്യം ഓർ കാൽഷ്യം ക്ലോറൈഡ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യും നമ്മൾ ഈ പൈപ്പിലൂടെ. എന്നിട്ട് നമ്മൾ ഈ പൈപ്പ് തിരിച്ചെടുക്കും, വിഡ്രോ ചെയ്യും. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കും. ആ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടാണ് ആ ഒരു സോയിൽ കൺസോളിഡേറ്റഡ് ആവുന്നത്. മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് സാൻഡി സോയിൽ, ആ സോയിൽ സാൻഡി ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാനുലാർ സോയിൽ ആണെങ്കിലാണ് ഈ ഒരു കെമിക്കൽ കൺസോളിഡേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ആ സോയിലിന് അനുസരിച്ച് തന്നെയാണ് ആ ഒരു മെത്തേഡിന്റെ കോസ്റ്റും. കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ സോയിൽ. ഇനി അടുത്തത് ഫ്രീസിംഗ് ടെക്നിക്കാണ്. ഫ്രീസിംഗ് മെത്തേഡില് ഫ്രീസിംഗ് പൈപ്പുകൾ എന്താണ്? നമ്മുടെ ഫൂട്ടിങ്ങിലേക്ക് they are driven into the footing. ഫ്രീസിംഗ് പൈപ്പ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ സോയിലിനെ ഫ്രീസ് ചെയ്യിക്കും, ഐസാക്കും, ഫ്രോസ് ആക്കും. ഫ്രോസ് ആക്കിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അണ്ടർപിന്നിങ് പ്രോസസ്സ് ചെയ്യുന്നത്.
പക്ഷെ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെയർലി യൂസ്ഡ്, അധികം യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പിന്നെ അതുപോലെ കുറെ സമയം എടുക്കും ഈ ഒരു പ്രോസസ്സിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ് അധികം ഉപയോഗിക്കില്ല കേട്ടോ, ഈ ഫ്രീസിങ് പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ. വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സാൻഡ് കോമ്പാക്ഷൻ മെത്തേഡാണ്. അതായത് നമ്മുടെ ആ ഒരു സൈറ്റില് ലൂസ് സാൻഡ് ആണെങ്കിൽ, നമ്മുടെ ആ ഗ്രൗണ്ടിലെ സോയിലിന്റെ സ്ട്രാറ്റ ലൂസ് സാൻഡ് സ്ട്രാറ്റ ആണെങ്കിൽ അതിനെ കോമ്പാക്ട് ചെയ്യാനാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ സാൻഡ് ഒക്കെ കോമ്പാക്റ്റഡ് ആവും. അതാണ് അവിടുത്തെ ഒരു മെക്കാനിസം. അഥവാ നമ്മൾ വൈബ്രോ ഫ്ലോട്ടേഷൻ ചെയ്തില്ലെങ്കിൽ ഈ ചില റോഡുകൾക്കൊക്കെ എന്ത് പറ്റുന്ന ചോദിച്ചാല്, നമ്മുടെ ആ ഹെവി വെയിറ്റ് വരുമ്പോ, വെഹിക്കിളിന്റെ ഹെവി വെയിറ്റ് വരുമ്പോ അവിടെ സെറ്റിൽമെന്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ അണ്ടർപിന്നിങ് ചെയ്യുന്നത് സാൻഡിനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ സാൻഡിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ സാൻഡിന്റെ ഡെൻസിറ്റി കൂടും. ആ ഡെൻസിറ്റി കൂടിയാൽ അവിടുത്തെ ബെയറിംഗ് കപ്പാസിറ്റി കൂടും. അതാണ് പ്രിൻസിപ്പിള്. വൈബ്രോ ഫ്ലോട്ടേഷനിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സാൻഡ് ഡെൻസ് ആവും, ഡെൻസിറ്റി കൂടും, thereby increasing the bearing capacity. അപ്പൊ അതാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ. ഇനി വാട്ട് ആർ ദ ചാലഞ്ചസ് ഇൻ റെട്രോഫിറ്റിംഗ് വർക്ക് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ റെട്രോഫിറ്റിംഗ് ചെയ്യുന്നതിനുള്ള നമുക്ക് ബുദ്ധിമുട്ടുകൾ, നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഷോർട്ടേജ് ഓഫ് റെട്രോഫിറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ഇൻസ്റ്റാളേഴ്സ്. നമുക്ക് റെട്രോഫിറ്റിംഗ് പ്രൊഡക്റ്റുകൾ, അതായത് ഇപ്പോൾ പറയുന്ന നീഡിൽ ബീംസ്, ജാക്ക്, അങ്ങനത്തെ പല പ്രൊഡക്ട്സും, റാക്കിംഗ് ഷോർ, ഇതെല്ലാം അവൈലബിൾ ആയിരിക്കണം. ഇത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ അതുപോലെ ക്വാളിറ്റി ഇഷ്യൂസ് വിത്ത് എനർജി എഫിഷ്യൻസി പ്രൊഡക്ട്സ്, നല്ല ക്വാളിറ്റി എക്യുപ്മെന്റ്സ് കിട്ടാതിരിക്കാം. സ്കിൽ ആൻഡ് നോളജ് ഷോർട്ടേജ് എമംഗസ്റ്റ് ഇൻസ്റ്റാളേഴ്സ്. അപ്പൊ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടെക്നിക്സ് ആണ്. അപ്പോൾ ഇതിന് സ്കിൽഡ് ആൻഡ് നോളജബിൾ വർക്കേഴ്സ് വേണം ഇത് ചെയ്യാൻ. അപ്പൊ അവരുടെ പോരായ്മ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതുപോലെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് കൺസ്ട്രെയിൻ. ഒരുപാട് സ്പേസ് വേണം, കാരണം നമ്മളിതിൽ നീഡിൽ ബീം വെക്കണം, പിന്നെ അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബെഡ് ഷോസ് വെക്കണം. ഓക്കെ, പിന്നെ അൺഫോർസീൻ പ്രോബ്ലംസ് ഓർ കോസ്റ്റ്, എന്താണ് ബാഡ് വെതർ അല്ലെങ്കിൽ സ്റ്റോറേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ അതുപോലെ അൺസർട്ടൈനിറ്റീസ് റിലേറ്റിംഗ് ടു പെർമിഷൻ ആൻഡ് അപ്രൂവൽ. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുമോ എന്നുള്ളത്. പിന്നെ കോർഡിനേഷൻ ഓഫ് റെസിഡൻസ് ബിക്കം ഡിഫിക്കൽട്ട്. അവിടെ നമ്മളൊരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആണ് മാറ്റുന്നത്. എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് മാറ്റുമ്പോൾ അവിടെ റെസിഡൻസ്, താമസക്കാരുണ്ടാവും. അപ്പൊ താമസക്കാര് കുറച്ച് കാലത്തേക്ക് ഒഴിപ്പിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ അതിന് ബുദ്ധിമുട്ട് വരാം. പിന്നെ ഡിഫിക്കൽട്ടീസ് സോഴ്സിങ് എനർജി, യൂസ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ്. നമുക്ക് ഇത് നോക്കി നടക്കാനുള്ള മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സിന്റെ ഷോർട്ടേജ് വരാം. പിന്നെ ഡിഫിക്കൽട്ടി ടു അച്ചീവ് ഡിസൈറബിൾ പെർഫോമൻസ് വിത്ത് മിനിമം കോസ്റ്റ്. കോസ്റ്റ് കൂടാനാണ് സാധ്യത. മിനിമം കോസ്റ്റിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രോപ്പർ ഡിസൈൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഷുഡ് ബി ഡൺ. ഇതിന് നമുക്ക് പ്രോപ്പർ ഡിസൈനിങ് നിർബന്ധമാണ്. കാരണം നമ്മൾ ഫൗണ്ടേഷൻ ആണ് മാറ്റുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ, പ്രശ്നം വന്നാൽ, that will affect the superstructure. പിന്നെ അതേപോലെ what are the challenges in restoration work? restoration വർക്കിലുള്ള വരാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? heritage buildings have materials not used in the century. restoration work എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു, സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ വരുന്ന വർക്കുകളാണ് റീസ്റ്റോറേഷൻ വർക്കുകൾ. അപ്പോൾ അതില് പൊതുവെ പഴയ ബിൽഡിങ്സ് ഒക്കെ, പഴയ മോണ്യുമെന്റ്സിനൊക്കെയാണ് നമ്മൾ ഈ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യുക. അപ്പൊ അത് ചെയ്യുമ്പോൾ പഴയ ബിൽഡിങ്സിന് ഉപയോഗിച്ച മെറ്റീരിയൽസ് ഒന്നും ഇക്കാലത്ത് കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്.
പിന്നെ സ്മോൾ പാച്ചസ് may have an indication of big failure. അതായത് എന്താ ചെറിയ പാച്ചസ് എന്ന് പറയുന്നത് ഇനി വലിയൊരു ഫെയിലിയറിന് കാരണമാവാവുന്ന പാച്ചസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ പാച്ച് ചെയ്തിരിക്കണം. അതായത് ക്രാക്സ് ഒക്കെ ഫില്ല് ചെയ്യുക, അതാണ് പാച്ചിങ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ inappropriate additions to heritage buildings. അതായത് അപ്രോപ്രിയേറ്റ് അല്ലാത്ത അഡിഷൻസ് ഹെറിറ്റേജ് ബിൽഡിങ്സിനൊക്കെ, അതായത് പഴയകാല ബിൽഡിങ്സിനൊക്കെ, വാല്യൂബിൾ ആയിട്ടുള്ള മോണ്യുമെന്റൽ ആയിട്ടുള്ള ബിൽഡിങ്സിനൊക്കെ നമ്മളുടെ അഡിഷൻസ് അപ്രോപ്രിയേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. മീറ്റിംഗ് മോഡേൺ ബിൽഡിംഗ് കോഡ്സ് വിത്തൗട്ട് റൂയിനിങ് ദ ബിൽഡിംഗ്. അതായത് ഇപ്പത്തെ ഒരു ബിൽഡിംഗ് റൂൾസ് വെച്ച് പണ്ടത്തത് ബിൽഡിങ്സ് മാറ്റുക, ഡിസ്ട്രോയ് ചെയ്യാതെ മോഡിഫൈ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. പിന്നെ അതുപോലെ ഫൈൻഡ് ബെസ്റ്റ് ടീം ഫോർ ദ റീസ്റ്റോറേഷൻ വർക്ക്. നല്ലൊരു ടീമിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു എന്താ പറയുക, ടെക്നിക്കലി എക്സ്പേർട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ വേണം അങ്ങനത്തെ റീസ്റ്റോറേഷൻ വർക്ക് ഏൽപ്പിക്കാൻ. സോ അങ്ങനത്തെ ആൾക്കാരെ കിട്ടുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ ലാക്ക് ഓഫ് പ്രോപ്പർ എക്യുപ്മെന്റ്സ് ആൻഡ് ഫെസിലിറ്റീസ്. പ്രോപ്പർ എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും കിട്ടിക്കൊള്ളണം എന്നില്ല. ഇതാണ് ഇപ്പൊ കുറച്ച് മോണ്യുമെന്റൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റിനോവേഷൻ വർക്കുകൾ, റീസ്റ്റോറേഷൻ വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് കോസസ് ഓഫ് ഡിറ്റീരിയറേഷൻ. അപ്പൊ നമുക്ക് അറിയാം പല മോണ്യുമെന്റ്സും ഡിറ്റീരിയറേറ്റഡ് ആവുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഒന്ന് സെലൈൻ ആക്ഷൻ ഓൺ വാൾസ് ആൻഡ് സ്റ്റോൺ സ്കൾപ്ചേഴ്സ്. അതായത് നമ്മുടെ ആ ഒരു മോണ്യുമെന്റ് ഒരു കടലിനോട് അടുപ്പിച്ചാണെങ്കിൽ, ഒരു വാട്ടർ സോഴ്സിനോട് അടുപ്പിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയോട് അടുപ്പിച്ചാണെങ്കിൽ അവിടെ ആ ഒരു മെയിൻലി വാട്ടർ സോഴ്സ്, അപ്പൊ അവിടുത്തെ ഒരു സോൾട്ട് കണ്ടന്റ് വന്നിട്ട് റിയാക്ഷൻസ് നടക്കാം. ആ ഒരു ബിൽഡിങ്ങിന്റെ മെറ്റീരിയൽസിന് റിയാക്ട് ചെയ്യാം, അങ്ങനെ ആ മെറ്റീരിയൽസ് ചീത്തയാവാം. അല്ലെങ്കിൽ റൂട്ട്സ് ആൻഡ് വെജിറ്റേഷൻ, അവിടെ മരങ്ങളൊക്കെ ഉണ്ട് സറൗണ്ടിങ്സിലെങ്കിൽ ആ മരങ്ങളൊക്കെ പഴയ മരങ്ങളായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ റൂട്ട്സ്, വേരുകളൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യും, പോയിട്ട് ഫൗണ്ടേഷനിലേക്ക് ഇന്റർഫിയർ ചെയ്യും. അങ്ങനെ മരങ്ങളുടെ വേരുകളൊക്കെ ഫൗണ്ടേഷനിൽ വന്നാൽ ഫൗണ്ടേഷൻ വിൽ ഗെറ്റ് ഡിറ്റീരിയറേറ്റഡ്, നശിച്ചു പോകും. അതുപോലെ ട്രബിൾ കോസ്ഡ് ബൈ ആനിമൽസ് ആൻഡ് ബാറ്റ്സ്. നമുക്കറിയാം ഈ അടച്ചിട്ട വീടുകളിലും പിന്നെ അതുപോലെ പണ്ടത്തെ ബിൽഡിങ്സിലൊക്കെ ഈ വവ്വാലിന്റെ ഒക്കെ ശല്യം ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ വന്ന് അത് ഡിസ്ട്രോയ് ചെയ്യാം. പിന്നെ നെഗ്ലിജൻസ്, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലും അത് അൾട്ടിമേറ്റ്ലി കൊറോഡാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ അവിടുത്തെ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ എഫക്ട്സ്. അവിടെ ടെമ്പറേച്ചർ എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഓരോ കോമ്പണൻസിനും എക്സ്പാൻഷൻ സംഭവിക്കാം, കോൺട്രാക്ഷൻ സംഭവിക്കാം. ടെമ്പറേച്ചർ അനുസരിച്ച് അവിടുത്തെ വെയിൽ കൊണ്ട് ദ്രവിച്ചു പോവാം. പിന്നെ അതുപോലെ അറ്റ്മോസ്ഫിയറിക് ഇഫക്ട്സ് വരാം, വാട്ടർ ആൻഡ് ഹ്യൂമിഡിറ്റി, വിൻഡ്, പൊല്യൂഷൻ. വല്ല ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രീസ് നിന്ന് വരുന്ന പുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി പൊല്യൂട്ടഡ്. അപ്പൊ ആ ഒരു എയർ, ആ പൊല്യൂട്ടഡ് എയർ കാരണം ദ്രവിച്ചു പോവാം, മെറ്റീരിയൽസ് ഒക്കെ ദ്രവിച്ചു പോവാം. പിന്നെ അതുപോലെ ഫംഗസ്, ഡ്യൂ ടു ലിവിങ് ബീങ്സ്, ഇൻസെക്ട്സ്, ഫംഗസ് ഒക്കെ വന്നിട്ട് ഒക്കെ നമുക്ക് ആ ഒരു മോണ്യുമെന്റ് ഡിറ്റീരിയറേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, റിമൂവൽ ഓഫ് സോൾട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം സോൾട്ട് ആക്ഷൻ. ആ ഒരു സോൾട്ട് റിമൂവ് ചെയ്യാം. അതുപോലെ ഇറാഡിക്കേഷൻ ബൈ റെഗുലർ ക്ലീനിങ്. നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ടൊരു ക്ലീനിങ് വെക്കണം, അതിനായിട്ട് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യണം. പിന്നെ ക്ലോഷർ ഓഫ് ഓപ്പണിങ്സ്, വലിയ വലിയ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിയണതും അത് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ അതിനുള്ളിലൂടെ ഡസ്റ്റും പിന്നെ അതുപോലെ വിൻഡ്, പിന്നെ അങ്ങനത്തെ കെമിക്കൽസ് ഒക്കെ കയറാൻ സാധ്യതയുണ്ട്.
പിന്നെ റെഗുലർ മെയിൻ്റനൻസ് ചെയ്യണം, പ്രോപ്പർ മോണിറ്ററിങ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണം, പിന്നെ പ്രോപ്പർ ഇൻസ്പെക്ഷൻ, റെസ്ട്രിക്റ്റിംഗ് ഓവർ ക്രൗഡിംഗ് ഓഫ് ടൂറിസ്റ്റുകളെ വരാൻ സമ്മതിക്കാം, പക്ഷെ ഓവർ ക്രൗഡിങ് ചെയ്യരുത്. അതായത് ഒരുപാട് പേരെ അറ്റ് എ ടൈം കയറ്റരുത്, ഒരു ബാച്ച് ആയിട്ട് കയറ്റാം. പിന്നെ അതുപോലെ പ്രോപ്പർ അവെയർനെസ് ടു പബ്ലിക് കൊടുക്കാം. നമ്മൾ ആ മോണ്യുമെന്റിന്റെ വാല്യൂവിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ കൊടുക്കുക, സോ ദാറ്റ് പബ്ലിക് വന്ന് അത് ഡിസ്ട്രോയ് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുറെ നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. എനിത്തിങ് ദാറ്റ് ഇസ് കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ഇനഫ് ടു ബി പാസ്ഡ് ഓൺ ടു ദ ഫ്യൂച്ചർ ജനറേഷൻ. അപ്പം നമ്മുടെ ഈ വേൾഡ് ഹെറിറ്റേജ് ഒക്കെ എന്തിനാണ് സൂക്ഷിക്കുന്നത്? കാരണം ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് കൊടുക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് കാണാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നന്നായി സൂക്ഷിക്കേണ്ടത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പബ്ലിക്. ഏതൊരാളുടെയും ഡ്യൂട്ടിയാണ് ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് നന്നായി സൂക്ഷിക്കാൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ പ്രിക്കോഷൻസും പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ 4th മോഡ്യൂൾ അവസാനിച്ചു. അപ്പൊ നമ്മുടെ BMS എന്ന സബ്ജക്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞു തന്നത് മാത്രം നോക്കിയിട്ട് എക്സാമിന് പോകരുത്. കുറച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് റെഫറൻസുകൾ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇതിൽ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ മെത്തേഡുകളൊക്കെ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ആ എക്സ്പ്ലനേഷൻ മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് വായിച്ച് ഉറപ്പിക്കുക നിങ്ങൾക്ക്. കാരണം ഇംഗ്ലീഷിലല്ലേ നിങ്ങൾ എഴുതേണ്ടി വരിക. അപ്പൊ അതിന് വേർഡിങ്സ് കിട്ടണം. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലായത് കൊണ്ട് മാത്രം എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേർഡ്സ് കിട്ടാതെ വരും, ഇംഗ്ലീഷിലെ വേർഡ്സ് കിട്ടാതെ വരും. അത് ചിലർക്കുള്ള പ്രശ്നമാണ്. അപ്പൊ അവരൊക്കെ എന്നത് നല്ലോണം നോക്കുക. ഓക്കെ, നല്ലോണം വായിച്ച് ആ ടോപ്പിക് എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ലോണം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവര് എക്സ്റ്റേണൽ റീഡിങ് ഇസ് എ മസ്റ്റ് കേട്ടോ. അവര് പുറമേന്ന് വായിച്ച് നല്ലോണം എക്സ്റ്റേണൽ ഓരോ ടോപ്പിക്കും നമ്മുടെ സിലബസിലെ ടോപ്പിക്സ് മാത്രമേ എക്സാമിൽ ചോദിക്കൂ. അത് കൂടുതലൊന്നും എന്തായാലും ചോദിക്കില്ല. അപ്പൊ ആ ടോപ്പിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ടോപ്പിക് ആ ഹെഡിങ് വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി വരുന്ന എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ശരി, ഞാൻ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.